ഹലോ, എല്ലാവർക്കും വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് +1 ഫിസിക്സിലെ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററും ആ ചാപ്റ്ററിൽ മിക്കപ്പോഴും ചോദിച്ചു വരുന്ന കുറച്ച് ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സോളിഡ്സ്. അധികം ഒന്നും പറയണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ടോപ്പിക്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ടോപ്പിക് എലാസ്റ്റിസിറ്റി. എന്താണ് എലാസ്റ്റിസിറ്റി? അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം. അതായത് ഡീഫോമിംഗ് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു സോളിഡ് ഉണ്ട്. അപ്പോ ആ സോളിഡ് ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാനാണെങ്കിൽ കുപ്പി എടുക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ കുപ്പി ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതൊരു സോളിഡ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സോളിഡിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഷേപ്പിംഗ് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫോഴ്സ് കൊടുത്തല്ലോ, ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡീഫോമിംഗ് ഫോഴ്സ് എന്നല്ലേ. പക്ഷെ ഞാൻ ആ ഫോഴ്സ് വിട്ടപ്പോ അല്ലെ, ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫോഴ്സ് കൊടുത്തു, അത് വിട്ടപ്പോ തിരിച്ചത് പഴയ ഷേപ്പിലോട്ട് വന്നു അല്ലെ? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കുപ്പി പഴയ ഷേപ്പിലോട്ട് വന്നു. പഴയ ഷേപ്പിലോട്ട് വരാൻ ഞാൻ ഫോഴ്സ് കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തോ? ഇല്ല. പക്ഷെ അത് തനി എവിടേക്ക് വന്നു? പഴയ ഷേപ്പിലോട്ട് വന്നു. അപ്പോ നമ്മ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോ, അതായത് ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോ, ആ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. എന്തുണ്ടാവുന്നുണ്ട്? റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന്റെ ഷേപ്പ് വീണ്ടെടുക്കാനുള്ള ആ ഒരു ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോ എന്താണ് ഡീഫോമിംഗ് ഫോഴ്സും എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സും എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സ് ആണ് ഡീഫോമിംഗ് ഫോഴ്സും ആ ഷേപ്പ് വീണ്ടെടുക്കാനുള്ള ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇപ്പോ രണ്ട് ടൈപ്പ് ഒബ്ജക്ട്സ് ആണ് നിലവിലുള്ളത്. ഒന്ന് പ്ലാസ്റ്റിക്കും ഒന്ന് എലാസ്റ്റിക്കും. ഈ രണ്ട് വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് പ്ലാസ്റ്റിക് എന്നും എന്താണ് എലാസ്റ്റിക് എന്നും ഇപ്പൊ നമുക്ക് നോക്കാം. അതായത് ചില ഒബ്ജക്ട്സിന് ചില കഴിവുണ്ടാവും. ഓക്കെ, പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കഴിവാണ്. ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി, ഒരു ബോഡിയുടെ കഴിവ്. എന്തിനുള്ള കഴിവാണ്? ടു റീഗെയിൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് സൈസ് അല്ലെ? ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. ഇപ്പൊ ഞാൻ നേരത്തെ കുപ്പിനെ കാണിച്ചു അല്ലെ? അപ്പൊ കുപ്പിനെ കാണിച്ചപ്പോ കുപ്പിക്ക് കുറച്ച് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ കുറെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുപ്പി പൊട്ടിപ്പോവും, തിരിച്ച് പഴയ ഷേപ്പിലോട്ട് വരാൻ പറ്റില്ല. ഞാൻ ചെറിയ ഫോഴ്സ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ കുപ്പി എന്താണ്? എലാസ്റ്റിക് ആണ്. കുപ്പി എന്താണ്? എലാസ്റ്റിക് ആണ്. എലാസ്റ്റിക് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ കൊടുത്ത ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുപ്പി തിരിച്ചെവിടേക്ക് വരും? അതിന്റെ പഴയ ഷേപ്പിലോട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ന് പറയും എലാസ്റ്റിക് എന്ന് പറയും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റബ്ബർ ബാൻഡ് അല്ലെ? റബ്ബർ ബാൻഡിന് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, ആ ഡീഫോമിംഗ് ഫോഴ്സ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് എവിടേക്ക് എത്തും? അതിന്റെ പഴയ സൈസിലോട്ടും ഷേപ്പിലോട്ടും എത്തും. അങ്ങനത്തെ ഒബ്ജക്ട്സിനെ പറയുന്ന പേരാണ് എലാസ്റ്റിക് ഒബ്ജക്റ്റ്. ആ കഴിവുള്ള ആൾക്കാരെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ കഴിവിനെ പറയുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. എന്താണ് പറയാ? എലാസ്റ്റിസിറ്റി. ആ കഴിവിനെ പറയുന്ന പേര് എലാസ്റ്റിസിറ്റി എന്നും ആ കഴിവുള്ള ആൾക്കാരെ പറയുന്ന പേര് എലാസ്റ്റിക് ഒബ്ജക്റ്റ് എന്നുമാണ്. കുഴപ്പമില്ല. അതിന്റെ എക്സാമ്പിൾ സ്റ്റീല്, റബ്ബർ. റബ്ബറിനേക്കാൾ കൂടുതൽ എലാസ്റ്റിക് ആരാണ്? സ്റ്റീലാണ് കേട്ടോ. കുഴപ്പമില്ലല്ല. ഇനി അടുത്തത് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഡീഫോമിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്ട്സ് തിരിച്ചെവിടെ എത്തും? പഴയ സൈസിലും ഷേപ്പിലോട്ട് എത്തും. ആ ഒരു കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. അപ്പൊ നേരെ തിരിച്ചായിരിക്കും എന്ത്? പ്ലാസ്റ്റിസിറ്റി. അതായത് ഡീഫോമിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മ ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ഫോഴ്സ് കൊടുത്തു, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? തിരിച്ച് പഴയ ഷേപ്പിലോട്ടും സൈസിലോട്ടും വരാത്ത ആൾക്കാരാണ് ആര്? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ വരാത്ത ആൾക്കാരുടെ കൂട്ടത്തിന് അല്ലെങ്കിൽ ആ കഴിവിനെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി. അതല്ല, ആ ഒബ്ജക്ട്സിനെ പറയുന്ന പേര് പ്ലാസ്റ്റിക് എന്നാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിമെന്റ് ഉറച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മൊത്തത്തിൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോകുന്ന പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് അതിന്റെ ഷേപ്പ് എന്ത് ചെയ്യും? മാറാണ്. പിന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും തിരിച്ച് പഴയ ഷേപ്പിലോട്ട് ആക്കാനായിട്ട് പറ്റില്ല. അപ്പോ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സിന് ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി ഷേപ്പ് ചേഞ്ച് ചെയ്ത് പെർമനന്റ് ആയിട്ട് എന്തായി പോകും? ഷേപ്പ് ചേഞ്ച് ആയിട്ട് പോകും. അപ്പോ
ഇതില് ഡെഫിനിഷൻ നോക്കി. എന്താ ഡെഫിനിഷൻ? സബ്സ്റ്റൻസ് ഹാവ് നോ ടെൻഡൻസി. ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ? തോന്നലില്ല. എന്തിനുള്ള തോന്നൽ ഇല്ല എന്നാണ് പറയുന്നത്? റീഗെയിൻ ദെയർ പ്രീവിയസ് ഷേപ്പ്. മുൻപത്തെ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ, വീണ്ടെടുക്കാനുള്ള തോന്നലില്ല. എപ്പോ? റിമൂവൽ ഓഫ് ദ ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പൊ ഡീഫോമിംഗ് ഫോഴ്സ് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തുള്ള തോന്നലില്ല, തിരിച്ച് പഴയ ഷേപ്പിലോട്ടും സൈസിലോട്ടും വരാനുള്ള തോന്നലില്ലാത്ത ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് എന്നും, ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ കഴിവിനെ പറയുന്ന പേരാണ് പ്ലാസ്റ്റിസിറ്റി എന്നും. ഓക്കെ, ഇപ്പൊ തൽക്കാലം പ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് പഠിച്ചു വെക്കുക. ഈ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? തിരിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും അല്ലെ? ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ എന്തുണ്ടാവും? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഒരു യൂണിറ്റ് ഏരിയയിലുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിനെ പറയുന്ന പേരാണ് സ്ട്രെസ്. ഓക്കെ, the restoring force per unit area is called stress. Okay, simple topic ആണ്. ഒരു യൂണിറ്റ് ഏരിയ ഉള്ള റീസ്റ്റോറിംഗ് ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? സ്ട്രെസ്. സ്ട്രെസിന്റെ ഇക്വേഷൻ പഠിക്കണം, അതുപോലെ തന്നെ യൂണിറ്റും പഠിക്കണം. ഇനി സ്ട്രെയിൻ. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റബ്ബർ ബാൻഡിന് ഇപ്പോ നിങ്ങൾ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ ഷേപ്പ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലെ? അപ്പൊ എന്തോരം അതിന്റെ ഷേപ്പ് ചേഞ്ച് ആയി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആര്? സ്ട്രെയിൻ. അപ്പൊ സ്ട്രെയിന്റെ ഇക്വേഷൻ വരുന്നത് സ്ട്രെയിൻ ഇസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇത് ഡിവിഷൻ ആണ് അല്ലെ? ഒറിജിനൽ ഡയമെൻഷൻ, സോറി, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് ഡിവിഷൻ ആണ്. ഫിസിക്സില് ഡിവിഷൻ നമ്മ പറയാ എന്താണെന്ന് അറിയോ? റേഷ്യോ എന്നാണ്. എന്താണ് പറയാ? റേഷ്യോ. അപ്പോ സ്ട്രെയിൻ ഈസ് ദി, അല്ലെങ്കിൽ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ ആ ഇക്വേഷനിൽ നിന്നാണ് ശരിക്കും അവർ എന്ത് ചെയ്തിരിക്കുന്നത്? ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്. എന്താണ് ഡെഫിനിഷൻ? സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഡെഫിനിഷൻ എഴുതാൻ പറ്റും. പിന്നെ ഇത് പഠിച്ചു വെച്ചു, സ്ട്രെയിൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. കുഴപ്പമില്ലല്ല, സിമ്പിൾ ടോപ്പിക്സ് ആണ്, സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ്. ഇനി വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ? ഏതൊക്കെയാണ് 3 ടൈപ്പ് സ്ട്രെസ്സും സ്ട്രെയിൻ? അപ്പോ ആദ്യത്തെ നോക്കിക്കോ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ഷിയറിംഗ് സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെയിൻ. ഇത് എന്താന്ന് നമ്മൾ പഠിക്കും. അപ്പൊ തൽക്കാലം നിങ്ങൾ എന്ത് മനസ്സിലാക്കിയേക്കാം? അതിന്റെ പേര് മനസ്സിലാക്കിയേക്കാം. അപ്പൊ സ്ട്രെസ് ഇതൊക്കെയാണ് സ്ട്രെസ് എന്ന് പറയാം. എത്ര ടൈപ്പ് ഉണ്ട്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്, ഹൈഡ്രോളിക് സ്ട്രെസ്. 3 ടൈപ്പ് സ്ട്രെസ് ഉണ്ട്. ഇനി സ്ട്രെയിൻ 3 എണ്ണം: ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, ഹൈഡ്രോളിക് സ്ട്രെയിൻ അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് സ്ട്രെയിനും പഠിച്ചു, 3 ടൈപ്പ് സ്ട്രെസ്സും പഠിച്ചു. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നോക്കാം. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്? അതായത് ഇപ്പോ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, കുഴപ്പമില്ലല്ല, ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഒബ്ജക്റ്റിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് എന്നൊക്കെ പറയും. ഇങ്ങനെ നോർമൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം മക്കളെ? നോർമൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവില്ലേ? ആ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? longitudinal stress. Longitudinal stress is defined as the restoring force per unit area when force is applied normal to the cross sectional area. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്നല്ലേ? അപ്പോ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഈ ഒബ്ജക്റ്റിനെ രണ്ടാക്കി മുറിക്കും. ഈ ഒബ്ജക്റ്റിനെ രണ്ടാക്കി മുറിക്കുക, അതിനാണ് ക്രോസ് സെക്ഷൻ എന്ന് പറയാ. രണ്ടാക്കി മുറിക്കുമ്പോ ഇവിടെ ഒരു ഏരിയ ഉണ്ടാവില്ല. അതായത് ഇപ്പോ ഇവിടെ നിന്ന് ഈ കുപ്പിനെ മുറിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഈ കുപ്പിനെ മുറിക്കുമ്പോ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഏരിയ ഉണ്ടാവില്ലേ, ഈ ഭാഗത്ത് ഒരു ഏരിയ ഉണ്ടാവില്ലേ, മുകൾ ഭാഗത്ത്. ആ ഏരിയനെ പറയുന്ന പേരാണ് എന്ത്? ക്രോസ് സെക്ഷണൽ ഏരിയ. അപ്പോ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇവിടെ എനിക്കത് വരച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ കാണിച്ചു തന്നത്. അതായത് ഇത് ഞാനിങ്ങനെ മുറിക്കുമ്പോ ഇവിടെ മുകളിലോട്ട്, അതായത് ഈ ഭാഗത്ത് നിന്നുണ്ടാവും ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ ആ ഏരിയക്ക് ഇങ്ങനെ നോർമൽ ആയിട്ട്, പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും നോർമൽ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണ്?
അവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും നോർമൽ എന്ന് പറഞ്ഞാലും അവരുടെ ഇടയിലിരിക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഇവിടെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ട്. ആ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് വരുമ്പോ ആ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് വരുമ്പോ അവിടെ ഉള്ള പറയുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെ. ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവണം മക്കളെ? അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ? ആ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. കുഴപ്പമില്ലല്ലോ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സ്ട്രെസ് തന്നെയാണ് അല്ലെ. ഇത്രയും ഭാഗം സ്ട്രെസ്സിന്റെ അതേ ഡെഫിനിഷൻ ആണ്. അപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സ്ട്രെസ് തന്നെയാണ്. എപ്പോഴുള്ള സ്ട്രെസ്? വെൻ ഫോഴ്സ് അപ്ലൈഡ് ടു നോർമൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ. സിലിണ്ടർ എന്ന് മാറ്റി വേണമെങ്കിൽ എന്താക്കാം? ഒബ്ജക്റ്റ് എന്നാക്കാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. F/A. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കൊണ്ട് രണ്ട് കാര്യമാണ് ഉണ്ടാവും. കുഴപ്പമില്ല. അതായത് ഇങ്ങനെ ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിന് നിങ്ങൾക്ക് രണ്ട് ടൈപ്പിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റും. ഒന്ന് ഇങ്ങനെയും ഫോഴ്സ് കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് കൊടുത്താൽ എന്ത് സംഭവിക്കും? അതൊന്ന് വലിയും അല്ലെ. അതൊന്ന് വലിയും. അപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം ഒരു ഒബ്ജക്റ്റ് സ്ട്രെച്ച് ചെയ്ത് നമ്മ എന്ത് പറയും? ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ്. എന്താണ് പറയാ? ടെൻസൈൽ സ്ട്രെസ് എന്നും. അതുപോലെ തന്നെ നമ്മ ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കണേന്ന് വിചാരിക്കുക. ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കണം മക്കളെ? അത് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അല്ലെ. അത് ചുരുങ്ങാൻ, ഇങ്ങനെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ചുരുങ്ങാൻ ചാൻസ്. അതിന് കംപ്രഷൻ എന്നാണ് പറയാ. അപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാരണം ഒരു ഒബ്ജക്റ്റ് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പേര് കംപ്രസീവ് സ്ട്രെസ് എന്നും, സ്ട്രെച്ച് ആവുകയാണെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് എന്നുമാണ് പറയും. കുഴപ്പമില്ലല്ലോ. ഇത്രയും കുഴപ്പമില്ലല്ലോ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇക്വേഷൻ പഠിച്ചു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ഡൈമെൻഷൻ. ഓക്കെ, സോറി, ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. അതാണ് ആരുടെ ഇക്വേഷൻ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇക്വേഷൻ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ അല്ലെ. ഇവർ തമ്മിൽ എന്താണ്? ഡിവിഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള ഡിവിഷൻ? ചേഞ്ച് ഇൻ ലെങ്ത്. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ടുള്ള ഉപകാരം എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് കിട്ടുന്ന ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തോരം ആ ഒബ്ജക്റ്റ് ലെങ്ത് വൈസ് ചേഞ്ച് ആയി, അതിന്റെ ലെങ്ത്തിന് എന്തോരം മാറ്റം വന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ആര്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഡെൽറ്റ എൽ ബൈ എൽ. അതിന്റെ ഡെഫിനിഷൻ ഈ ഇക്വേഷനിൽ നിന്ന് വന്നതാണ്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ദ റേഷ്യോ. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ എന്താണ്? ഡിവിഷൻ ആണ്. അപ്പോ ഡിവിഷൻ ആരൊക്കെ തമ്മിലുള്ള ഡിവിഷൻ? ചേഞ്ച് ഇൻ ലെങ്ത്തും ഒറിജിനൽ ലെങ്ത്തും തമ്മിലുള്ള ഡിവിഷൻ ആണ്. അപ്പൊ അത് എഴുതിച്ചു നമ്മൾ, ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്. കുഴപ്പമില്ലല്ലോ. അപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ കാര്യം കഴിഞ്ഞു. അടുത്തത് ഷിയറിംഗ് ആണ്. ഷിയറിംഗ് സ്ട്രെസ്. എന്താണ് ഷിയറിംഗ് സ്ട്രെസ്? ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മ ഒരു ഒബ്ജക്റ്റിന് ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുത്തിരുന്നത് അല്ലെ. ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുത്തിരുന്നത്. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ടൊക്കെയാണ് ഫോഴ്സ് കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത് നോക്കല്ലേ? ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോ, അതായത് ഞാൻ ഇവിടെ ഒരു ഫിഗറിൽ കാണിച്ചു തരാം. അപ്പോ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇങ്ങനെ ഒബ്ജക്റ്റ് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് മക്കളെ? ഫോഴ്സ് കൊടുക്കേണ്ടത്. അപ്പൊ ഒരു ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവൂലേ? ഓക്കെ, ഒരു ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു സ്ട്രെസ് ഉണ്ടാവും. ആ സമയത്തുള്ള സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഷിയറിംഗ് സ്ട്രെസ്. എന്താണ് പറയാ? ഷിയറിംഗ് സ്ട്രെസ്. കുഴപ്പമില്ലല്ലോ. അതായത് ഇത് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഒബ്ജക്റ്റിന് പാരലൽ ആയിട്ട് കൊടുക്കണ ഫോഴ്സിന്, ഓക്കെ, പാരലൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതായത് ഇത്രയും ഭാഗം എന്താണ്? സ്ട്രെസ് ആണ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സ്ട്രെസ് തന്നെയാണ്. പക്ഷെ എപ്പോഴുള്ള സ്ട്രെസ്? വെൻ ഫോഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ സിലിണ്ടർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. കുഴപ്പമില്ലല്ലോ. ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ പാരലൽ ഫോഴ്സ്. പാരലൽ ഫോഴ്സ് എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? എന്താണെന്നറിയാലോ പാരലൽ ഫോഴ്സ്? ഇങ്ങോട്ടുള്ള ഫോഴ്സ്. കുഴപ്പമില്ലല്ലോ. നേരത്തെ എങ്ങോട്ടായിരുന്നു? നേരത്തെ ഇങ്ങനെ കുത്തനെ 90 ഡിഗ്രി ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? പാരലൽ ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പോ രണ്ട് ടൈപ്പ് പഠിച്ചു.
ഇനി ഷിയറിംഗ് സ്ട്രെയിൻ ഇക്വേഷൻ ആദ്യം പഠിച്ചു വെച്ചു. അതായത് ആദ്യം ഈ ഒബ്ജക്റ്റ് ഇരുന്ന ലൈനാണ് ഇത്. അവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുത്തപ്പോ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് എന്തോരം മാറി, ഇത്രയും മാറി. ഓക്കെ, ആദ്യം ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരുന്നത്. അവിടെ നിന്ന് ഒരു ഫോഴ്സ് ഒബ്ജക്റ്റും ഒരു ഫേസിൽ ഫോഴ്സ് കൊടുത്തപ്പോ, ഇതിന്റെ ഫേസ് എന്ന് പറയാ, ഫേസിൽ ഫോഴ്സ് കൊടുത്തപ്പോ ഒബ്ജക്റ്റ് എന്തോരം മാറി, ഇത്രയും ദൂരം മാറി. അപ്പൊ എന്തോരം മാറി എന്ന് കാണിക്കുന്ന ആളാണ് ഡെൽറ്റ എക്സ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. മാറ്റത്തിന് നമ്മൾ പറയാ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്തോരം മാറി എന്ന് കാണിക്കുന്ന ആളാണ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയാ. അപ്പോ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. എൽ എന്താന്ന് എനിക്ക് അറിയാലോ, പറയണ്ടല്ലോ. എൽ എന്ന് പറഞ്ഞാല് ഇതിന്റെ ലെങ്ത് ആണ് L. അപ്പൊ ഷിയറിംഗ് സ്ട്രെസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, ആരാണ്, ഡെൽറ്റ എക്സ് ആണ്, ടു ദ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ. ഓക്കെ, സിലിണ്ടർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, കുഴപ്പമില്ല. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ് മക്കളെ, ഷിയറിംഗ് സ്ട്രെസ് ഈസ് ദ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവിഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള ഡിവിഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റും പിന്നെ അതുപോലെ തന്നെ ടു ലെങ്ത്തും തമ്മിലുള്ള ഡിവിഷനെ പറയുന്ന പേരാണ് എന്ത്, ഷിയറിംഗ് സ്ട്രെയിൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതില് മെയിൻ ആയിട്ട് എന്താണ് ഷിയറിംഗ് സ്ട്രെയിനും എന്താണ് അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്ട്രെയിനും അങ്ങനെ ചോദിച്ചു കാണാറില്ല. ഓക്കെ, അതുപോലെ തന്നെ അവർ ഇക്വേഷൻ എഴുതാം, ആ ഇക്വേഷൻ ഡെഫിനിഷൻ എഴുതാം. ഡിഫൈൻ ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, പറയാറുള്ളൂ. അപ്പൊ 1-2 മാർക്കിനാണ് ചോദിക്കുക. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കാം. അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഡെഫിനിഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ട് അതിന് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചെന്നില്ലേ, ഡിവിഷൻ റേഷ്യോ എന്ന് പറയും. അതിന്റെ മേലെയുള്ള ആൾക്കാരെ 2, അടിയിലുള്ള ആൾക്കാരെ അത്ര എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടും. അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ആദ്യം തന്നെ ഇതൊക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ. ഓക്കെ, ഡിഫൈൻ ഹൈഡ്രോളിക് സ്ട്രെസ് ഓർ വോളിയം സ്ട്രെസ് എന്ന് പറയും. എന്താണ് ഹൈഡ്രോളിക് സ്ട്രെസ്? അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കാം, കുഴപ്പമില്ലല്ല. ഇങ്ങനെ ഫ്ലൂയിഡിൽ ഒരു ഒബ്ജക്റ്റ് മുക്കി വെച്ചിരിക്കും. തൽക്കാലം ഒരു ബോൾ നിങ്ങൾ ഒരു വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ സംഭവിക്കും, വെള്ളം എല്ലാ ഭാഗത്തുനിന്നും ആ ബോളും ഒരു ഫോഴ്സ് കൊടുക്കും, അല്ലെ? വെള്ളം എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം, ആ ബോളും ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ആ ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഭാരമായിട്ട് എന്തുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്തുണ്ടാവും, അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവും, അല്ലെ? വെള്ളത്തിൽ ഒരു സാധനം മുക്കി വെക്കുമ്പോ വെള്ളം എന്ത് ചെയ്യണം മക്കളെ, ആ ഒബ്ജക്റ്റും ഫോഴ്സ് കൊടുക്കും. അപ്പൊ ആ വെള്ളം ഫോഴ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് സ്ട്രെസ്. എന്താണ് പറയാ, ഹൈഡ്രോളിക് സ്ട്രെസ്, ദ സ്ട്രെസ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഒബ്ജക്ട് വിച്ച് പ്ലേസ്ഡ് ഇൻ ദ ഫ്ലൂയിഡ്. ഫ്ലൂയിഡിൽ ഒരു ഒബ്ജക്ട് മുക്കി വെക്കുമ്പോ അവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് സ്ട്രെസ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഇനി അടുത്തത് വോളിയം സ്ട്രെയിൻ. അപ്പൊ എന്താണ് വോളിയം സ്ട്രെയിൻ? നേരത്തെ പഠിച്ച പോലെ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തൽക്കാലം VS എന്ന് കൊടുക്കാണ്. വോളിയം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി. ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. വോളിയം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി. അപ്പൊ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവിഷൻ ആണ്, അതായത് റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ, ചേഞ്ച് ഇൻ വോളിയവും ഒറിജിനൽ വോളിയവും തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് നമ്മൾ എന്ന് പറയാ വോളിയം സ്ട്രെയിൻ എന്ന് പറയാം. അപ്പൊ വോളിയം സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ, അല്ലെ? ഡിവിഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള ഡിവിഷൻ, ചേഞ്ച് ഇൻ വോളിയം, അതായത് ഡെൽറ്റ വി ടു ഒറിജിനൽ വോളിയം, അതായത് വി. കുഴപ്പമില്ലല്ല? ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ, 3 ടൈപ്പ് സ്ട്രെസ്സും 3 ടൈപ്പ് സ്ട്രെയിൻ. കഴിഞ്ഞില്ലേ? ഇനി അടുത്തത് ഹൂക്സ് ലോ. നിങ്ങൾ വേറെ ഹൂക്സ് ലോ പഠിക്കുന്നുണ്ട്, അതല്ല ഈ ചാപ്റ്ററിലുള്ള ഹൂക്സ് ലോ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും പറ്റിയിട്ടാണ്. അപ്പൊ എന്താണ് ഹൂക്സ് ലോ പറയുന്നത് നോക്കാം. അതായത് ഫോർ സ്മോൾ ഡീഫോർമേഷൻസ്. അപ്പോ എന്താണ് ഡീഫോർമേഷൻ? എന്താണ് ഡീഫോർമേഷൻ? അതായത് ഡീഫോമിംഗ് ഫോഴ്സ് നേരത്തെ പഠിച്ചു, അത് ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഫോഴ്സ് ആണ് എന്ത്, ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറയാം. ഡീഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമില്ല. ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറയാ ഡീഫോർമേഷൻ എന്ന് പറയാം. അപ്പൊ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഡീഫോർമേഷൻ എന്ന് പറയും. അപ്പൊ അവിടെ ഉണ്ടാവണ ഡീഫോർമേഷൻ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ സ്ട്രെസ്സും സ്ട്രെയിനും എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ്, സ്മോൾ ഡീഫോർമേഷൻ, ചെറിയ മാറ്റമാണ് ആർക്ക് ഉണ്ടാവണം, ഒബ്ജക്റ്റിന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് ആര് പറയുന്നത്, ഹൂക്സ് ലോ നമ്മുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞേ? അതായത്
അവിടെ സ്ട്രെയിൻ കൂടിക്കഴിഞ്ഞാൽ, പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ബന്ധമാണ്. അപ്പൊ ബന്ധം പറയാനായിട്ട് രണ്ടാൾക്കാർ വേണം. ഇവിടെ ഉള്ള രണ്ടാൾക്കാരൊക്കെയാണ് സ്ട്രെസ്സും സ്ട്രെയിനുമാണ്. കുഴപ്പമില്ലല്ല. അപ്പോ ഈ ഡയറക്ട്ലി പ്രപ്പോസ് പറഞ്ഞ ബന്ധം എന്താന്ന് നോക്കോ. അതായത് സ്ട്രെയിൻ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും കൂടും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രെസ് കൂടി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തും കൂടുകയാണ് മക്കളെ? സ്ട്രെയിനും കൂടും. ഇനി സ്ട്രെസ് കുറഞ്ഞെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അവിടെ ആരും കുറയും? സ്ട്രെയിനും കുറയും. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ റിലേഷനിൽ ആ റിലേഷനെ പറയുന്ന പേരാണ് ഡയറക്ട്ലി പ്രപ്പോസൽ. അപ്പോ അവിടെ സ്മോൾ ഡീഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോസൽ ആയിരിക്കും. അതായത് ചെറിയ ചേഞ്ച് ആണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സ്ട്രെസ് കൂടിയാൽ ആര് കൂടും? സ്ട്രെയിനും കൂടും. അതുപോലെ തന്നെ സ്ട്രെസ് കുറഞ്ഞ ആരും കുറയും? സ്ട്രെയിനും കുറയും. ഓക്കെ, അപ്പൊ ചെറിയ ഡീഫോർമേഷൻ ആണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്ട്രെസ് എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോസലിലാണ് എന്നാണ് ഈ ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്കറിയാം സ്ട്രെസ് ഈസ്, ആള് പറഞ്ഞ പോലെ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഇത് പ്രപ്പോസൽ കാണിക്കുന്ന ചിഹ്നമാണ്. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ കൊടുത്തു. കുഴപ്പമില്ലല്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ചിഹ്നം, പ്രപ്പോസലിലെ ചിഹ്നം കളയാനായിട്ട് നമുക്ക് എന്ത് വരണം? ഒരു കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു നമ്പറിനെ കൊണ്ടുവരണം. അപ്പൊ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരാണ് കെ. അപ്പോ ആ കെ ഇൻറ്റു സ്ട്രെയിൻ, അതായത് ഈ ചിഹ്നം കളയാൻ വേണ്ടി കൊണ്ടുവന്ന ആളാരാണ്? കെ ആണ്. അപ്പൊ ഇനി ഇവിടെ ഉള്ള സ്ട്രെയിനെ ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോ, അതായത് ഇൻറ്റു സ്ട്രെയിനെ ഞാൻ ഇപ്പുറം വരുമ്പോ എന്താ അവിടെ മക്കളെ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു, അതായത് അവിടുത്തെ ഇൻറ്റു സ്ട്രെയിനെ ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തും കൊണ്ടുവന്നപ്പോ എന്തായി? ബൈ സ്ട്രെയിൻ ആയി. അപ്പൊ കെയുടെ ഇക്വേഷൻ കിട്ടി. കെയുടെ ഇക്വേഷൻ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു കെ. കെനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. കെനെ പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. യൂണിറ്റ് പഠിച്ചു വെച്ചോ, കാരണം പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കാറുണ്ട്. കുഴപ്പമില്ലല്ല. അപ്പൊ ഹൂക്സ് ലോ കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കുന്ന ഒരു ഗ്രാഫാണ് ഇത്. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതായത് എല്ലാ ഒബ്ജക്ട്സും അതായത് ഇപ്പൊ റബ്ബർ ബാൻഡ് ആയിക്കോട്ടെ, ഇപ്പൊ റബ്ബർ ബാൻഡ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോഴ്സ് കൊടുത്ത് അത് എലാസ്റ്റിക് ആയിരിക്കും അല്ലെ? ഒരു ലിമിറ്റ് വരെ എന്തായിരിക്കും? എലാസ്റ്റിക് ആയിരിക്കും. വീണ്ടും അതിന് ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് പൊട്ടിപ്പോ, അത് വീണ്ടും തിരിച്ച് പഴയ ഷേപ്പിലോട്ട് വരാൻ പറ്റാത്ത രീതിയിലോട്ടാവും. അതായത് എന്തായിട്ട് മാറും? പ്ലാസ്റ്റിക് ആയിട്ട് മാറും. അപ്പൊ എല്ലാ ഒബ്ജക്റ്റിനും എന്ത് ചെയ്യും? ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അത് എലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഓരോരോ പോയിന്റുകൾ കാണിക്കും. ആ പോയിന്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്ലാസ്റ്റിക് ആയി മാറും. ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അതിനാണ് ഫ്രാക്ചർ പോയിന്റ് എന്നൊക്കെ പറയും. പൊട്ടിപ്പോണതിന് ഫ്രാക്ചർ എന്നൊക്കെ പറയാം. അപ്പൊ എല്ലാ പോയിന്റും ഇങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഗ്രാഫ്, അതിന് നമ്മൾ പറയാം സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയാം. അപ്പോ നമ്മളോട് ചെയ്യുന്ന കാര്യം, ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാണ്? ഡീഫോമിങ് ഫോഴ്സ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഓരോ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കൊടുത്തു വരുമ്പോ ചില സമയത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. ചില സമയത്ത് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ആയിട്ട് മാറും. ചില സമയത്ത് എന്ത് സംഭവിക്കും? അത് തിരിച്ച് പഴയ ഷേപ്പിലോട്ട് വരില്ല. ഓക്കെ, അപ്പോ ചില സമയത്ത് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ആയിരിക്കും, ചില സമയത്ത് എലാസ്റ്റിക് ആയിരിക്കും. അപ്പോ ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ചില സമയത്ത് എന്ത് ചെയ്യില്ല? അത് തിരിച്ച് പഴയ ഷേപ്പിലോട്ടൊന്നും വരില്ല. ഓക്കെ, അപ്പൊ നമ്മോട് ചെയ്യുന്ന കാര്യം എന്താണ്? ഡീഫോമിങ് ഫോഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ആ സമയത്ത് അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ ഗ്രാഫായിട്ട് വരക്കുന്നു. കുഴപ്പമില്ലല്ല. അപ്പോ ഒരു ഒബ്ജക്റ്റില് ഇതാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയാം. അപ്പോ 0 to A അല്ലെങ്കിൽ ഒറിജിൻ ടു എ എന്ന് പറയുന്ന പോയിന്റില് ഈ വര എന്താണ്? സ്ട്രെയിറ്റ് ആണ്. അപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഗ്രാഫിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരേണ്ടതുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഇത് ഓരോ പോയിന്റ് എന്താണ്, എന്തൊക്കെയാണ് ഓരോരുത്തരുടെ സംഭവം, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഒറിജിനിൽ നിന്ന് എ വരെ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ആണ്. അതിന്റെ അർത്ഥം സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. നേരെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ എവിടെ തൊട്ട് എവിടെ വരെ? ഒറിജിനിൽ നിന്ന് എ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഹൂക്സ് ലോ പറയുന്നത് എന്താണ്? സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ എന്നാണ് ആര് പറയുന്നത്? ഹൂക്സ് ലോ പറയുന്നത്. അപ്പോ ആ ഗ്രാഫിൽ അത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അവർ രണ്ടുപേരും പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഒറിജിൻ മുതൽ എ വരെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും പ്രപ്പോർഷണൽ ആണ്. ഏനമ്മ പറയുന്ന പേരാണ് പ്രപ്പോർഷണൽ ലിമിറ്റ്.
ഇനി ഇത് കഴിഞ്ഞ് കുറച്ചുകൂടിയും ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പോയിന്റിലെത്തും? ബി എന്ന് പറഞ്ഞ പോയിന്റിലെത്തും. ബീനെ പറയുന്ന പേരാണ് യീൽഡ് പോയിന്റ്. എന്താണ് പറയാ? യീൽഡ് പോയിന്റ് അല്ലെങ്കിൽ എലാസ്റ്റിക് ലിമിറ്റ്. അതായത് ഈ പോയിന്റ് വരെ ആയിരിക്കും ഒരു ഒബ്ജക്റ്റിന് എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്തായിരിക്കില്ല? എലാസ്റ്റിക് ആയിരിക്കില്ല. അപ്പൊ എലാസ്റ്റിക് ആയിട്ടിരിക്കുന്ന ലാസ്റ്റ് പോയിന്റ് ആരാണ്? ബി ആണ്. ഇനിയും ഡീഫോമിങ് ഫോഴ്സ് കൊടുത്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും മക്കളെ? പ്ലാസ്റ്റിക് ആയിട്ട് മാറും. അപ്പോ ഇനി അടുത്തത് സി എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, സിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം പെർമനന്റ് സെറ്റ് അല്ലെ. പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായി അല്ലെങ്കിൽ എപ്പോഴും അല്ലെ, അതാണ് പെർമനന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് വീണ്ടും എവിടേക്ക് പോവില്ല? പഴയ ഷേപ്പിലോട്ട് പോവില്ല. ഓക്കെ, പെർമനന്റ് ആയിട്ട് അതേ ഷേപ്പ് എന്ത് ചെയ്യും? എടുക്കും. ഓക്കെ, അപ്പൊ ബി വരെ എന്തുള്ളൂടാ മക്കളെ? എന്തുള്ളൂ? എലാസ്റ്റിക് ഉള്ളൂ. സിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് പ്ലാസ്റ്റിക് ആയിരിക്കും. തിരിച്ചെത്തിയാൻ പറ്റില്ല, അതിന് പഴയ ഷേപ്പിലോട്ട് പോകാനായിട്ട് പറ്റൂല. ഇനി അടുത്തത് ഡി. ഡീനെ പറയുന്ന പേരാണ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. ഈനെ പറയുന്ന പേര് ഫ്രാക്ചർ പോയിന്റ് എന്നാണ്. ഈ ഡിയും ഇയും അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രിറ്റിൽ എന്ന് പറയും. ഇവര് ഓക്കെ, ആ ഒബ്ജക്റ്റിന് നമ്മൾ പറയുന്ന പേര് ബ്രിറ്റിൽ എന്നാണ്. അതായത് ഗ്രാഫിൽ നമ്മൾ വരക്കുമ്പോ ഡിയും ഇയും ചില സമയത്ത് ഇയുടെ അടുത്ത് വരും. അപ്പൊ ഗ്രാഫ് തന്നിട്ട് ഇത് ബ്രിറ്റിൽ ആണോ ഡക്റ്റൈൽ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇവിടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഡിയും ഇയും അടുത്താണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ബ്രിറ്റിൽ എന്നും, ഇപ്പൊ ഡിയും ഇയും അകലെയാണ് അപ്പൊ എന്താ നമ്മൾ പറയാ? ഡക്റ്റൈൽ എന്നാണ് പറയാ. അതായത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും അടുത്തടുത്താണെങ്കിൽ ബ്രിറ്റിലും, അകലെയാണെന്നുണ്ടെങ്കിൽ ഡക്റ്റൈലും. ഇതാണ് ഈ ഗ്രാഫിൽ പഠിക്കാനായിട്ട് ഉള്ളത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ ആകെ ഒരു ഡെറിവേഷൻ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പൊ ആകെ ഒരു ഒറ്റ ഡെറിവേഷൻ ഉള്ളൂ. ആ ഡെറിവേഷൻ ആണ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഓക്കെ, അപ്പോ ഇത് കണ്ടുപിടിക്കാനായിട്ട് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, അതായത് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിന്റെ ഇക്വേഷൻ ആണ്. ഇവിടത്തെ വർക്കും വേണമെങ്കിൽ നോക്കി വെച്ചു, ഇവിടത്തെ വർക്കും പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആണ്. ഓക്കെ, ഇവിടുത്തെ വർക്കും പൊട്ടൻഷ്യൽ എനർജി എന്താണ് മക്കളെ? സെയിം ആണ് ട്ടാ. അപ്പൊ ഇവിടേക്ക് വർക്ക് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ, എഫ് ഡോട്ട് ഡി എസ് എന്നാണ് അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് എന്നാണ്. പക്ഷെ ഇവിടെ ഉണ്ടാവണത് ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെച്ച്ഡ് ആയതുകൊണ്ട്. അപ്പോ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് സ്ട്രെച്ച് ആവുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവും ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ലെങ്തിനാണ് എന്ത് വരാ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക അല്ലെ, ചെറിയതായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടി ഡിയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് ലെങ്തിനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലിനും കൊടുക്കുക. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് എന്നാണ് എല്ലിനെ പറയാ. അപ്പോ ഡി ഡബ്ല്യു. ഓക്കെ, അതായത് ചെറിയ ലെങ്ത് കേൾക്കണ്ടല്ല. അപ്പൊ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് അല്ലെ, ചെറിയ ഡിസ്പ്ലേസ്മെന്റ് അല്ല, അതായത് ചെറിയ ലെങ്ത്തിലുള്ള വേരിയേഷൻ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡി കൊടുക്കും. അപ്പൊ ചെറിയ ലെങ്ത്, അതെ ചെറിയ ലെങ്ത് അല്ലെങ്കിൽ ചെറിയതായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറെ പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ചെറിയ പണിയെടുത്താൽ പോലെ. അപ്പൊ ചെറിയ പണിയെടുക്കാൻ വേണ്ടി ചെറിയ വർക്ക് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡി കൊടുക്കും. കുഴപ്പമില്ല. dw=F.dm. ഇത് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും മക്കളെ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടും. സിമ്പിൾ ആണ്. അപ്പോ ഇത് കണ്ടുപിടിക്കാൻ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോ രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോട്ടാ. F.dl രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോ ഞാനൊരു കാര്യം പറയാം, DWനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചെറിയ വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൊത്തം വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ ചെറിയ വർക്കിനെ നിങ്ങൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്തായിരിക്കും? ടോട്ടൽ വർക്ക് ആയിരിക്കും. അപ്പൊ ടോട്ടൽ വർക്കാണെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ W ആണ്. അതുപോലെ തന്നെ ഇവിടെ എഫിന് ഞാനോട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നോക്കി, എഫിന് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടല്ല, YAL/L. F is equal to YAL/L. അപ്പൊ എഫിന് വരെ ഞാൻ അതോട് കൊടുക്കാൻ പോണ YAL/L. കുഴപ്പമില്ലല്ല. ഇനി എഫിന് വരെ കൊടുത്ത ഡോട്ട് DL ഇവിടെ തന്നെ ഉണ്ട്. കുഴപ്പമില്ലല്ല, ഇത്രയും കുഴപ്പമില്ലല്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാ, അതായത്
ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡെറിവേഷൻ അതായത് ഡെറിവേറ്റീവ് ഒക്കെ ചെയ്യുമ്പോഴും അവിടെ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാറാത്ത ആൾക്കാരുണ്ട്. എങ്ങനെ വന്നാലും അവർ മാറൂല എന്നുണ്ടെങ്കിൽ അവരുടെ ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, പുറത്തോട്ട് എടുക്കും. ഇപ്പോ 10 എന്ന് പറഞ്ഞാൽ G = 9.8 ആണ്. അത് കാലങ്ങൾ കഴിഞ്ഞാലും ജിയുടെ വാല്യൂ എത്ര തന്നെയായിരിക്കും, 9.8 തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ജീനെ പുറത്തോട്ട് എടുക്കും. കാരണം ജി മാറും ഇല്ല. അതുപോലെ മാറാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ പുറത്തോട്ട് എടുക്കും. ഇവിടെ മാറാത്ത ആൾക്കാരെ ഞാൻ കുറച്ച് പേരെ കാണിച്ചു തരാം. YAL ഇവരൊക്കെ എന്താണ്, മാറാത്ത ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെ മക്കളെ പുറത്തോട്ട് എടുക്കൂട്ടെ, ഇന്റഗ്രേഷന്റെ പുറത്തോട്ട് എടുക്കുക. അപ്പൊ പുറത്തോട്ട് എടുക്കാൻ പോകണം W = YA/L. പുറത്തോട്ട് എടുത്തു. ഇന്റഗ്രേറ്റിംഗ് L.dl. ഇത്ര എഴുതിയില്ലേ. ഇനി ഞാൻ ഒരു ഇക്വേഷനോട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്റഗ്രേറ്റ് L.dl ഇക്വേഷൻ എന്താണ്, L²/2. L.dl ഇക്വേഷൻ L²/2 ആണ്. അപ്പൊ അത് അങ്ങോട്ട് എഴുതി വെച്ചോ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, L²/2 കിട്ടും. കുഴപ്പമില്ലല്ലോ, L²/2. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ L²/2 കിട്ടും. ഇനി ഈ ഒരു L-ന് ഞാൻ ഒരു ഇക്വേഷനോട് എഴുതി വെച്ചിട്ടുണ്ട്. L = strain into L അല്ലെ. L = strain into L എന്ന് പറഞ്ഞ ഇക്വേഷനോട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ L = strain into L അതിന് ഞാൻ അവിടെ കൊടുക്കാൻ പോവാണ്. നോക്കിക്കോട്ടെ. W = YAL into L². ഓക്കെ, ഇവിടെ നോക്കി L² ആണ്. അപ്പോ ഇവിടെ L എന്താന്ന് പറഞ്ഞാൽ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ഇൻറ്റു L ആണ്. എന്ത്, കുഞ്ഞൽ അല്ലെ. കുഞ്ഞൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ഇൻറ്റു L ആണ്. ഇവിടെ L² ആണ്. അപ്പൊ ഇതിന്റെ മൊത്തം എന്ത് ചെയ്യും, മൊത്തം സ്ക്വയർ വരും. അപ്പൊ രണ്ടുപേർക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ, സ്ക്വയർ കൊടുക്കേണ്ടി വരും. കാരണം രണ്ടുപേർക്ക് ആ സ്ക്വയർ എന്താണ്, ബാധകമാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് നോക്കാം. /2 W = YAL into strain square. കുഴപ്പമില്ല, സ്ട്രെയിൻ സ്ക്വയർ. കാരണം രണ്ടുപേർക്ക് നമുക്ക് കൊടുത്തു. അതുപോലെ തന്നെ ക്യാപിറ്റൽ L². കുഴപ്പമില്ല, /2. ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെയും ഒരു L വെട്ടിപ്പോയി. കുഴപ്പമില്ല, L വെട്ടിപ്പോയി. ഇനി ബാക്കി YAL. ഈ L-നെ ഞാൻ തൽക്കാലം ഇവിടെ ഇതാണ് ഇൻറ്റു സ്ട്രെയിൻ. ഇൻറ്റു ഞാൻ ഇടുന്നില്ല കേട്ടാ, ചിഹ്നം ഇടില്ല എന്നുള്ളൂ. അപ്പൊ ചിഹ്നം ഇടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്, ഇൻറ്റു തന്നെയാണെന്ന് അർത്ഥം. അപ്പൊ ഇൻറ്റു ഇടുന്നില്ല. W = YAL strain/2. ഇത്രയാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഏരിയ ഇൻറ്റു ലെങ്ത്. ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, വോളിയാണ്. അപ്പൊ ഞാൻ അതും കൂടി കൊടുക്കാൻ പോവാണ്. W = Y into volume into strain. കുഴപ്പമില്ല, ഇത്രയും കുഴപ്പമില്ല. Y = W = volume into Y into strain. ഇത്രയും നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്തത് ഇവിടെ ഒരു /2 ഉണ്ട് കേട്ടാ. അപ്പോ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഇക്വേഷൻ W = Y into volume into strain /2 എന്നാണ്. Y into volume into strain into /2. നമ്മളുടെ ഒരു കാര്യം മിസ്സാക്കി പോയിട്ട് നോക്കി. ഇവിടെ സ്ട്രെയിൻ സ്ക്വയർ ഉണ്ട്, നമ്മളിവിടെ എഴുതിയപ്പോ സ്ട്രെയിൻ സ്ക്വയർ ആയില്ല. അപ്പൊ അതൊന്ന് എഴുതാ സ്ട്രെയിൻ സ്ക്വയർ ഇട്ടാ. അപ്പൊ ഇവിടെ വരുമ്പോ എന്ത് വരും മക്കളെ, സ്ട്രെയിൻ സ്ക്വയർ വരും. കുഴപ്പമില്ല. ഇനി ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. അതായത് 4/2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1/2 into 4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ചേക്ക്, 1 into 4 എത്ര വരും, 4/2. ഓക്കെ, 4/2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1/2 into 4 എന്ന് എഴുതാം. അതുപോലെ തന്നെ 6/2 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1/2 into 6 എന്ന് എഴുതാൻ പറ്റും. /2 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു 1/2 കൊടുത്ത് ആ സാധനം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ /2 കണ്ടാ നിങ്ങൾ മേലേല്, അത് അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു 1/2 ആക്കി മാറ്റും കേട്ടോ. അപ്പൊ നോക്കിയേ,
അടുത്ത ഇക്വേഷൻ നോക്കി W is equal to 1/2 into Y into വോളിയം into സ്ട്രെയിൻ സ്ക്വയർ. കുഴപ്പമില്ലല്ലോ, അത്രയും കുഴപ്പമില്ലല്ലോ. ഇനി വൈഡ് ഒരു ഇക്വേഷൻ നിങ്ങളുടെ പഠിക്കുന്നുണ്ട് നോക്കി. എന്താണ് വൈഡ് ഇക്വേഷൻ? Y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ ഇവിടെ കൊടുക്കാൻ പോവാണ് W is equal to 1/2 into Y ക്ക് പകരം സ്ട്രെസ് ബൈ സ്ട്രെയിൻ കൊടുത്തു into വോളിയം into സ്ട്രെയിൻ സ്ക്വയർ. അതൊക്കെ ഓൾറെഡി ഉണ്ടായതാണ് ട്ടോ. അപ്പൊ അടിയിലും സ്ട്രെയിൻ ഉണ്ട്, മേലയില് 2 സ്ട്രെയിൻ ഉണ്ട്, അതിൽ ഒരെണ്ണം ഞാൻ വെട്ടിക്കളഞ്ഞു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇനി വരുന്ന ഇക്വേഷൻ W is equal to half into സ്ട്രെസ് into വോളിയം into സ്ട്രെയിൻ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇവിടെ വർക്ക് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷന് പ്രത്യേകത ഉണ്ട്. അതായത് മൊത്തം വോളിയത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ഒരു യൂണിറ്റ്, അതായത് ഒരു വോളിയത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, മൊത്തം വോളിയത്തിലോട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് കിട്ടിയേക്കുന്നത്. അതിനെ നിങ്ങൾക്ക് ഒരു വോളിയത്തിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ മൊത്തം ഇക്വേഷൻ എന്ത് ചെയ്യണം മക്കളെ? മൊത്തം ഇക്വേഷനെ ബൈ വോളിയം ചെയ്യണം. അപ്പൊ ഈ ബൈ വോളിയം ചെയ്യേണ്ടത് എന്തിനാണ്? ബൈ വോളിയം ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത് മൊത്തം വോളിയത്തിലുള്ള ഇക്വേഷൻ ആണ്. അതിന് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് വോളിയത്തിലോട്ട് മാറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ബൈ വോളിയം ചെയ്യുന്നത്. അപ്പൊ ബൈ വോളിയം ചെയ്യുമ്പോൾ മേലയിലും വോളിയം ഉണ്ട്, അടിയിലും വോളിയം ഉണ്ട്, എന്ത് ചെയ്യും? വെട്ടിപ്പോവും. ലാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. കുഴപ്പമില്ലല്ല. ഇത് വേണമെങ്കിൽ എഴുതാറുന്നു, പക്ഷെ ഇത് എഴുതുന്നുണ്ടെങ്കിൽ മൊത്തം വോളിയത്തിലുള്ള ഇക്വേഷൻ ആണ്. അതാണ് നിങ്ങൾക്ക് ആവശ്യം? അതല്ല ആവശ്യം. അതുകൊണ്ട് എന്ത് ചെയ്യും? വോളിയത്തിന്, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലോട്ട് ആക്കും, അതായത് ബൈ വോളിയം ചെയ്യും. ഇനി അടുത്തത് യങ്സ് മോഡുലസ്. അതായത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഞാൻ നേരത്തെ പറഞ്ഞു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ഓക്കെ, യങ്സ് മോഡുലസ് Y ആയതുകൊണ്ട് Y is equal to റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. ആരൊക്കെ തമ്മിലുള്ള ഡിവിഷൻ ആണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും അല്ലെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള ഡിവിഷൻ ആണ് എന്ത്? യങ്സ് മോഡുലസ്. അപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള ഡിവിഷൻ നമ്മൾ പറയുന്ന പേരാണ് യങ്സ് മോഡുലസ് എന്ന് പറയാം. അതിന്റെ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോ എന്ത് വരും? Y is equal to mgl pi r square delta L. ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഇക്വേഷൻ പഠിച്ചു വെച്ചോ. അപ്പൊ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. ഇനി അടുത്ത ടോപ്പിക് അതുപോലെ തന്നെ ഷിയറിംഗ് മോഡുലസ്. അതായത് മോഡുലസ് 3 ടൈപ്പാണ്: യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ്. കുഴപ്പമില്ലല്ലോ, 3 ടൈപ്പ് മോഡുലസ് ആണുള്ളത്. നേരത്തെ നിങ്ങൾക്ക് പഠിച്ചില്ലേ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി? അതിന്റെ 3 ടൈപ്പാണ്: യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ബൾക്ക് മോഡുലസ്. അപ്പൊ അത് 3 ടൈപ്പും പഠിക്കണം. അതുപോലെ തന്നെ ഇക്വേഷൻസും പഠിക്കണം. അപ്പൊ ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ഷിയർ മോഡുലസ് ആണ്. ഷിയർ മോഡുലസ് ദ റേഷ്യോ. ആരൊക്കെ തമ്മിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ആരൊക്കെ തമ്മിലുള്ള ഡിവിഷൻ? ഷിയറിംഗ് സ്ട്രെസ്സും അതുപോലെ തന്നെ ആരൊക്കെ തമ്മിലുള്ള ഷിയറിംഗ് സ്ട്രെയിനിങ് തമ്മിലുള്ള ഡിവിഷൻ അല്ലെങ്കിൽ റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്? ഷിയറിംഗ് മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്നൊക്കെ പറയാ. അപ്പൊ അതിന്റെ ഇക്വേഷനും കൂടി പഠിച്ചു വെക്കുക. F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ, θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ. ഓക്കെ, G എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം, ഷിയർ മോഡുലസ്. ഓക്കെ, അപ്പൊ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിയും അതിന്റെ 3 ടൈപ്പും ചോദിക്കാറുണ്ട്. അപ്പോ ഏതൊക്കെയാണ്? യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ്, ഇപ്പൊ ബൾക്ക് മോഡുലസ് നിങ്ങൾ പഠിക്കാൻ പോവാണ്. റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു കറസ്പോണ്ടിങ് ഹൈഡ്രോളിക് സ്ട്രെയിൻ. അപ്പൊ ഹൈഡ്രോളിക് സ്ട്രെസ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിൻ ആകുമ്പോൾ എന്താ പറയും? ബൾക്ക് മോഡുലസ് എന്ന് പറയും. ഓക്കെ, ബൾക്ക് മോഡുലസ്. അപ്പൊ ഇക്വേഷൻ ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു -PV ഡെൽറ്റ V. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ ആണ് ട്ടോ. P എന്ന് പറഞ്ഞ പ്രഷർ, V എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വോളിയം ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ബൾക്ക് മോഡലിന്റെ റെസിപ്രോക്കൽ. ഓക്കെ, ഇപ്പൊ ഇതാണ് ബൾക്ക് മോഡുലസ് എന്നുണ്ടെങ്കിൽ അതിന്റെ തല കുത്തനെയുള്ള നമ്മൾ എന്ന് പറയും?
കംപ്രസിബിലിറ്റി എന്നാണ് പറയാ. അപ്പൊ തലകുത്തനെ എന്ന് കാണിക്കാൻ വേണ്ടി 1/2 കൊടുക്കും. അപ്പൊ ഇത് ബൾക്ക് മോഡുലസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തലകുത്തിനതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/b ആണ്. അപ്പോ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസിന്റെ തലകുത്തിന്, അതായത് എങ്ങനെ വരും 1/ ബൾക്ക് മോഡുലസ്. അപ്പൊ ഇക്വേഷൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഇക്വേഷൻ എന്താണ് വരാ? കെ ഈസ് ഈക്വൽ ടു കംപ്രസിബിലിറ്റി ഈക്വൽ ടു -1/p ഡെൽറ്റ v/p. ഓക്കെ, ആ ഇക്വേഷൻസ് ഒക്കെ നോക്കി വെച്ചോ, ആവശ്യം വരും. ഇനി അടുത്തത്, ഇത് എക്സാമിന് ഇടയ്ക്ക് 2 മാർക്കിന് കാണാനുള്ള ഇക്വേഷൻ ആണ്. വൈ സ്റ്റീൽ ഈസ് പ്രിഫേർഡ് ഇൻ ഹെവി ഡ്യൂട്ടി മെഷീൻസ് ആൻഡ് ഇൻ സ്ട്രക്ചറൽ ഡിസൈൻസ്. എന്തിനാണ് ഹെവി ഡ്യൂട്ടി മെഷീനിലൊക്കെ സ്റ്റീൽ അധികം ഉപയോഗിക്കുന്നത്? അതായത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ഈസ് ഗ്രേറ്റർ ദാൻ അതർ ഒബ്ജക്ട്. അത്ര എഴുതി വെച്ചാൽ മതി. അതായത് യങ്സ് മോഡുലസ് സ്റ്റീലിന് എന്താണ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ആണ് എന്ത് സംഭവിക്കുന്നത്? സ്റ്റീലിനെ എല്ലാവരും ഡ്യൂട്ടി മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്തത് പോയിസൺസ് റേഷ്യോ. ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കേൾക്കണം അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റബ്ബർ ബാൻഡ് ആണ് നിങ്ങൾ വിചാരിക്കും. ഇത് റബ്ബർ ബാൻഡാന്ന് വിചാരിക്കുക. ഇതിനെ നിങ്ങൾ വലിക്കുക. അപ്പൊ ഇതിനെ വലിക്കുമ്പോ എന്ത് സംഭവിക്കണം മക്കളെ? ഈ ഭാഗം ഇത് നീളയും ഈ ഭാഗം എന്ത് സംഭവിക്കും? ചുരുങ്ങുകയും ചെയ്യും അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെ വലിക്കുമ്പോ ഇവിടത്തെ ഭാഗം എന്ത് ചെയ്യും? ഇങ്ങനെ ചുരുങ്ങും. അപ്പൊ അങ്ങനെ ചുരുങ്ങുമ്പോ അവിടെ എന്തുണ്ടാവും? അതിന്റെ ഡയാമീറ്റർ അല്ലെങ്കിൽ ഡെപ്തിനൊരു മാറ്റം ഉണ്ടാവും. അതിന് നമ്മ പറയുന്ന പേരാണ് എന്ത്? ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്യുന്നതാണ് എന്ത്? പോയിസൺസ് റേഷ്യോ. എന്താണ് പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ലാറ്ററൽ സ്ട്രെയിൻ ബൈ എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഈ ഭാഗത്ത്, അതായത് ഇതിനെ നിങ്ങൾ മേലോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോ ഇവിടെ ഈ ഭാഗത്ത് എന്ത് സംഭവിക്കും? ഒരു സ്ട്രെയിൻ ഉണ്ടാവും അല്ലെ? അവരുടെ ഷേപ്പിനൊരു മാറ്റം ഉണ്ടാവും. അതായത് ഒരു ഭാഗം ചുരുങ്ങൂലേ? അവിടെ വലിയുമ്പോ ഇപ്പുറത്തെ ഭാഗം എന്ത് ചെയ്യും? ചുരുങ്ങും. അപ്പൊ അവിടുത്തെ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ ഡിവിഷൻ നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയാ. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ ഇക്വേഷൻ ഡെൽറ്റ d/d ആണ്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇക്വേഷൻ ഡെൽറ്റ l/l ആണ്. അപ്പൊ 4 പേര് ഇങ്ങനെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ 2/2/4/4 ഇങ്ങനെ 4 പേര് ഡിവിഷൻ വന്നാൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതായത് അടിയത്തെ അടിയത്തെ 2 പേര്, ഇപ്പൊ 4 പേര് ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അടിയത്തെ 2 പേര്, അതായത് ഇവരെ 2 പേരെ തലകുത്തനെ മേലെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവര് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന്റെ തലകുത്തനെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2/2 ഇൻറ്റു ഇവിടെ തലകുത്തനെ എന്ന് പറയുമ്പോൾ 4/5 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് 5/4. എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 2/5 2 × 5 10, 2 × 4 8. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? അതിന്റെ ഉത്തരം വരാം. അപ്പൊ ഇവിടെ 4 പേര് മൾട്ടിപ്ലിക്കേഷൻ കണ്ട ഡെൽറ്റ d ഡെൽറ്റ l/l ഇങ്ങനെ 4 പേര് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് വരും മക്കളെ? തലകുത്തനെ അപ്പുറം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെന്ത് ചെയ്തു? നിങ്ങൾ തലകുത്തനെ അടിയിലുണ്ടായതിനെ മേലെ എഴുതി, മേലെ ഉണ്ടായതിനെ താഴ്ത്തി എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ആ ഇക്വേഷൻ സിഗ്മ എന്ന് പറഞ്ഞാൽ പോയിസൺസ് റേഷ്യോയുടെ ഇതാണ്. അപ്പൊ പോയിസൺസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ d/d ഇൻറ്റു l/ഡെൽറ്റ l. അതാണ് അവിടുത്തെ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻസ് മെയിൻ ആയിട്ട് പഠിക്കുക, ഡെഫിനിഷൻസ് മെയിൻ ആയിട്ട് പഠിക്കുക. തിയറി ചാപ്റ്റർ ആണ്, അധികം ഒന്നും ചോദിക്കാനില്ല. മെയിൻ ആയിട്ട് ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ചാപ്റ്റർ അവിടെ തീരാണ്. 2 ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഒരു വടിയൊക്കെ വെച്ചിട്ട് അതുമ്പോ നിങ്ങൾ നല്ല വെയിറ്റ് ഉള്ള കല്ല് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യും? വടി ബെൻഡ് ആവും. അപ്പൊ ബെൻഡ് ആവാനുള്ള ഒരു ഇക്വേഷൻ, ബെൻഡ് ആവുമ്പോൾ ഒരു ഇക്വേഷൻ പഠിക്കണം. അതായത് അതുപോലെ തന്നെ ബെൻഡിങ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് പഠിക്കണം. അപ്പൊ ബെൻഡിങ് എങ്ങനെയൊക്കെ കുറയ്ക്കാം? യൂസിങ് മെറ്റീരിയൽ വിത്ത് ലാർജ് യങ്സ് മോഡുലസ്. കുറെ യങ്സ് മോഡുലസ് ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ബെൻഡിങ് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് സ്റ്റീലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് യങ്സ് മോഡുലസ് കൂടുതൽ കാരണം ബെൻഡിങ് എന്തായിരിക്കും? അവിടെ കുറയാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കൂടുതലാണ്. ബെൻഡിങ് കുറയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻക്രീസിങ് ബ്രെഡ്ത്ത്, അതായത് ഇവര് തമ്മിലുള്ള ബ്രെഡ്ത്ത് കൂടിയാലും അവിടെ ബെൻഡ് ചെയ്യാനുള്ള വടിയുടെ ഒക്കെ ഇപ്പൊ വെയിറ്റ് കൊടുക്കുമ്പോൾ ബെൻഡ് ചെയ്യുന്ന പരിപാടിയിൽ അത് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലല്ല. ഇനി വേറൊരു മെത്തേഡാണ്, അതായത് ഇതാണ് ഇപ്പോ വടി എന്നുണ്ടെങ്കിൽ അതിന്റെ ഇങ്ങനത്തെ കട്ടി കൂട്ടി കഴിഞ്ഞാൽ
കട്ടി കൂട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ബെൻഡിങ് കുറയാൻ. അപ്പൊ ഇതാണ് വടി എന്നുണ്ടെങ്കിൽ അതിന്റെ കട്ടി കൂട്ടിയിട്ട് ഇവിടെ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോ കട്ടി ഞാൻ ഭയങ്കരമായിട്ട് കൂട്ടിയാൽ അവിടെ പ്രശ്നം ഉണ്ടാവും. അതായത് കട്ടി മാത്രം, അതായത് ഇങ്ങനെ ഒരു പീസ് ഞാൻ അതിൽ എടുത്തെന്ന് വിചാരിക്കുക, കട്ടി മാത്രം കൂട്ടി. അപ്പൊ കട്ടി മാത്രം കൂട്ടി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യണം മക്കളെ? ഇപ്പൊ ഇതാണ് ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അത് സൈഡ് വൈസ് ആയിട്ട് ബെൻഡ് ആവും. ഇപ്പൊ 4 ഷീറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ സൈഡ് വൈസ് ആയിട്ട് ബെൻഡ് ആവും. അപ്പൊ സൈഡ് വൈസ് ആയിട്ട് ബെൻഡ് ആവാൻ നമ്മൾ പറയുന്ന പേരാണ് ബക്ലിംഗ്. ഓക്കെ, സൈഡ് വൈസ് ആയിട്ട് ബെൻഡ് ആവണേ നമ്മൾ പറയുന്ന പേരാണ് ബക്ലിംഗ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ബക്ലിംഗ് ഒഴിവാക്കാനും ബെൻഡിങ് ഒഴിവാക്കാനായിട്ടൊരു ഷേപ്പ് നമുക്ക് ഉണ്ടെന്നു, അതാണ് ഐ ബീം. കുഴപ്പമില്ലല്ലോ. പാലത്തിന്റെ അടിയിലൊക്കെ ഇങ്ങനത്തെ ആണ് ഉണ്ടാവുക, ഇങ്ങനത്തെ പില്ലേഴ്സ് ആണ് ഉണ്ടാവുക. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഒഴിവാക്കേണ്ടത്? ബക്ലിംഗ് ഒഴിവാക്കണം, ബെൻഡിങ് ഒഴിവാക്കണം. അപ്പൊ ഇവർ രണ്ടുപേരും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷേപ്പാണ് ഐ ബീം. ഇത് ഈ ബീം വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് വരില്ല? ബെൻഡിങ്ങും വരില്ല, ബക്ലിംഗും വരില്ല. അപ്പൊ എന്തിനാണ് ഇത് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോയിന്റ്സ് പഠിക്കുക. സിമ്പിൾ ആണ്. അപ്പൊ ചാപ്റ്റർ ഇതോടുകൂടി കഴിയാണ്. അപ്പോ എല്ലാവർക്കും ആകെ ഒരു ഡെറിവേഷനേ ഉള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒന്നുമില്ല. അവരുടെ ഇക്വേഷൻ പഠിക്കുക, ആ ഇക്വേഷനിൽ ഡെഫിനിഷൻ ചെയ്തേക്കുക, അത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ആ ഇക്വേഷന് 2 മാർക്കിനായിരിക്കും മിനിമം എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരാം, അല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഇത് വരില്ല. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് 3 4 മാർക്കിന് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിക്കുക, ക്രിസ്മസ് എക്സാം നന്നായിട്ട് എഴുതുക. അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ എക്സാമിന് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.